അതിന്റെ മുകളിലേക്ക് പോയില്ല. അള്ളാന്റെ റസൂലിലേക്ക് എത്തുന്ന 1400 പാരമ്പര്യമുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് മതമായി ചെയ്യാം. അതിനിടയിൽ കടന്നു വന്ന പുതിയ ആചാരങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. നോക്ക്, നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാല് അത് ഞങ്ങൾ സുന്നികളായ ഞങ്ങൾക്ക് മാത്രമല്ല ബാധിക്കുക, മുജാഹിദുകൾക്കാണ് അത് നല്ലോണം ബാധിക്കുക. അത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നികളായ ഞങ്ങളെ റാലിയിലെ പിടിച്ച കൊടിയുടെ കളർ റസൂലുള്ളാഹിയുടെ കാലത്തിൽ ഞാൻ കൊടി തന്നെ ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിക്കണ ബാനർ റസൂലുള്ളാഹിയുടെ കാലത്തില്ല, ശരി, ഞങ്ങളത് സമ്മതിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ആ കാര്യം തെറ്റാവൂല കേട്ടോ, അത് വേറെ കാര്യം, അത് ഞാൻ പിന്നീട് പറയും. എന്നാൽ ഇത് ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ, സുന്നികൾക്ക് മാത്രമാണോ? മുജാഹിദുകൾ ഇതിലേറെ ഗുരുതരമായ വിഷയങ്ങള് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇല്ലാത്ത എത്ര കാര്യങ്ങളാ പുണ്യം ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത്, പുണ്യം ഉദ്ദേശിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുജാഹിദിന്റെ പള്ളിക്ക് 2 തട്ട് 3 തട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു പള്ളിക്ക് 2 തട്ടുള്ളത് എവിടെങ്കിലും ചരിത്രത്തിലുണ്ടോ? ഞാൻ പറയാം, സുന്നികളെ നമ്മളും ചെയ്യുന്നുണ്ട്, മുജാഹിദും ജമാഅത്തും ഒക്കെ ഉണ്ട്. പള്ളിക്ക് 2 തട്ടിടുക, ഇത് പുണ്യം കൽപ്പിച്ച് നമ്മൾ ചെയ്യുന്നതല്ലേ? ആണ്. അള്ളാന്റെ റസൂല് പള്ളിക്ക് 2 തട്ടിട്ടുണ്ടോ? 3 തട്ടുണ്ടോ? 4 തട്ടുണ്ടോ? 5 തട്ടുണ്ടോ? അപ്പൊ റസൂലിന്റെ കാലത്തില്ല, അതുകൊണ്ട് അത് വിദ്യാർത്ഥി നരകത്തേക്ക് അനാചാരം പോട്ടെ. മുജാഹിദ് ഒന്നാകെ 2ാം തട്ടിലുള്ളതൊക്കെ പള്ളിക്ക് നരകത്തിന്, 2ാം തട്ട് ഉണ്ടാക്കിയാലും നരകത്തിന്. നോക്കുങ്ങള് ഇനി നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മുജാഹിദുകൾ നടന്ന ഈ മദ്രസകളുണ്ടോ? സുന്നികളേതായാലും ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ നരകത്തേക്കുള്ള കൂട്ടരാന്നാണല്ലോ മുജാഹിദ് പറഞ്ഞത്. ഞങ്ങളെ കാര്യം വിടുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയ്യും വീശി പോണേ, ആകാശത്ത് നിന്ന് ഇങ്ങനെ ഖുർആന്റെ നട്ടിക്കട്ടങ്ങളായി ഇറങ്ങി വന്ന കൂട്ടരാണല്ലോ. ഞങ്ങൾ ചോദിച്ചോട്ടെ, മുജാഹിദുകൾ നടത്തുന്ന ഈ മദ്രസ സംവിധാനം അള്ളാന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? 7 മണിക്ക് ഒരു ബെല്ലടിക്കുക, ആ ബെല്ലടിക്കണ നേരത്തെ ഒരു സാർ അങ്ങോട്ട് പോവുക, അപ്പൊ ഒരു ടീച്ചർ ഇങ്ങോട്ട് പോരുക, അപ്പൊ 2ാം പീരീഡ് നടക്കുന്നതിന് വേറെ 3ാം പീരീഡ് ഇങ്ങനെ 9 മണിയാകുമ്പോൾ തീർക്കുക. ആ മദ്രസയിൽ ഒരു പ്രത്യേകമായ പാഠപുസ്തകവും സിലബസും ഉൾക്കൊള്ളുക, ആ പാഠപുസ്തകം വായിക്കുക, പഠിക്കുക, കുസു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാഠപുസ്തകങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടോ? ഇത് പുണ്യം ചെയ്തിട്ടാണ്, നമ്മൾ പുണ്യം കൽപ്പിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടുമാണല്ലോ മുജാഹിദ് ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് മദ്രസ ഉണ്ടോ? മദ്രസയിൽ ഇങ്ങനെ പാഠപുസ്തകങ്ങളുണ്ടോ? മുജാഹിദിന്റെ മദ്രസയിൽ മാത്രമല്ല സുന്നികൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കതിന് തെളിവുണ്ട്. പക്ഷെ റസൂലിന്റെ കാലത്തില്ലാത്തത് അനാചാരമാണ് എന്നാണ് മുജാഹിദ് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഈ കാര്യം മുജാഹിദുകൾ ചെയ്യുന്നു, നിങ്ങളും നരകത്തേക്ക് പോയില്ലേ സഹോദരന്മാരെ? അതുപോലെ നമുക്കറിയാലോ, മുജാഹിദുകൾ സാൽവേഷൻ നടത്തുന്നു, അല്ലേ? സാൽവേഷൻ എന്ന് പറഞ്ഞത് ഇസ്ലാമിക പ്രബോധനത്തിന് റസൂലുള്ള വല്ല കാലത്തും സാൽവേഷൻ നടത്തി നിങ്ങൾ തെളിയിക്കാൻ കഴിയും. നാം ഒന്ന് കാണണല്ലേ നമുക്ക്. റസൂലുള്ള നടത്തിയ സാൽവേഷന്റെ പേര് എന്തായിരുന്നു? അത് പരിപാടി എങ്ങനെയായിരുന്നു? റസൂൽ നടത്തിയിട്ടില്ല, മുജാഹിദ് ചെയ്യുന്നു, പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യുന്നു. സിദ്ദീഖുൽ അക്ബർ നടത്തിയോ? ഉമറുൽ ഫാറൂഖ് നടത്തിയോ? അലി ബിൻ അബി ത്വാലിബ് നടത്തിയോ? 4 ഖലീഫമാർ പോകട്ടെ, 4 മദ്ഹബിന്റെ ഇമാമുകൾ നടത്തിയോ? ഓലാരും നടത്തിയിട്ടില്ല. അപ്പോൾ ഓല് നടത്താത്തത് കൊണ്ട് ഞങ്ങളുടെ റാലിയിൽ ഞങ്ങൾ പിടിക്കുന്ന കൊടി ഈ പറഞ്ഞ 4 ആളുകളുടെ 8 ആളുകളുടെ കാലത്തില്ലാത്തത് കൊണ്ട് വിദ്യാർത്ഥാണ് എങ്കിൽ മുജാഹിദുകളുടെ കാലത്ത് മുജാഹിദുകൾ നടത്തുന്ന ഈ സംഗതി സാൽവേഷൻ, അതുപോലെ അവർ ഈ ചെയ്യുന്ന മദ്രസ, അവരുടെ ഈ സിലബസ്, ഇതൊക്കെ പുണ്യം ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അൽബനാർ, ഷബാബ്. ഇത് പുറത്തിറക്കുക റസൂലുള്ളാഹിയുടെ കാലത്ത് ഏതെങ്കിലും മാസിക പുറത്തിറക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ കാലത്ത് ഏതെങ്കിലും വാരിക പുറത്തിറക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ദ്വൈവാരിക പുറത്തിറക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നേരത്തെ ഫൈസൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ കാലത്ത് 5ാം വാർഷികമുണ്ടോ, 10ാം വാർഷികമുണ്ടോ, 8ാം വാർഷികമുണ്ടോ? ഒന്നുമില്ല. ഇതൊക്കെ മുജാഹിദ് ചെയ്യുന്നു. റസൂൽ ചെയ്തിട്ടില്ലെങ്കിലോ അത് അനാചാരമാണ്, അത് ബിദ്അത്താണ് എന്നല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്. മുജാഹിദിന്റെ അൽമനാർ നിങ്ങൾ നേരത്തെ വായിച്ചോന്ന് എനിക്കറിയില്ല, വായിച്ചോ? മുജാഹിദിന്റെ അൽമനാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്തതാണോ അത് പിന്നെ അനാചാരം തന്നെ. നോക്കിങ്ങൾ, കാലത്തുള്ളത് മാത്രമേ സുന്നത്താവുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ അനാചാരമാകുന്നു എന്നാണ് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സുന്നികളായ ഞങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, നിങ്ങൾ ചെയ്യുന്നതാണ്, മുജാഹിദുകൾ ചെയ്യുന്നതാണ്. അതൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരൂലേ? റസൂലുള്ളാഹിയുടെ കാലത്തില്ലാത്തതല്ലേ? അപ്പൊ അതൊക്കെ നരകത്തിലേക്ക് മുജാഹിദല്ലേ ആദ്യം നരകത്ത് പോകും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ ഞാൻ പറയുന്നത്, ഇതൊരു മണ്ടത്തരത്തിലുള്ള ചോദ്യമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാത്തത് കൊണ്ട് ചോദിക്കണം. നമ്മൾ ഈ ചെയ്യുന്ന ഈ രൂപഭാവം അതേ രൂപത്തിൽ റസൂലുള്ളാഹിയുടെ കാലത്ത് വേണമെന്നില്ല, ഇല്ല എന്ന് ഞാൻ പറയുന്നത് വിശദീകരണ സഹിതം